അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. അപ്പോൾ അതാ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ നാളിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എഴുന്നേറ്റ് കുറച്ച് നേരം വെയിലൊക്കെ ഇങ്ങനെ കൊള്ളാണ് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് എന്തൊക്കെയോ പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. നിങ്ങളിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ്. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ അധികം ബോറടിക്കാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അത് ആദ്യം തന്നെ ചായക്ക് പാല് വെച്ചിട്ട് ചായ റെഡിയാക്കിയിട്ടോ. അപ്പോൾ ചായശീലം ഇപ്പോൾ വന്നിട്ട് എന്താ പറയുക, ഒന്നുകിൽ രാവിലെ കുടിച്ചാൽ വൈകുന്നേരം കുടിക്കില്ല, വൈകുന്നേരം കുടിച്ചാൽ രാവിലെ കുടിക്കില്ല, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയുക, ചപ്പാത്തിയും അതേപോലെ കിഴങ്ങ് കുറുമയാണ് കേട്ടോ. ഞാൻ വെക്കുന്ന ഒരു കിഴങ്ങിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇക്കായും മോളും കൂടെ കടയിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ട് മീനോ എന്തെങ്കിലും വാങ്ങിക്കാൻ വന്നിട്ട് അവർ രണ്ടും കൂടെ പുറത്തോട്ടൊന്ന് പോയേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് ചപ്പാത്തിക്കുള്ള ബോളെല്ലാം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കിഴങ്ങ് കറിയുടെ ആ ഒരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സവാള, 2 പച്ചമുളക്, തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 4-5 വിസിൽ, നമ്മുടെ ഒരു കിഴങ്ങ് വേവുന്നതിനനുസരിച്ചുള്ള വിസിൽ അടുപ്പിക്കും കേട്ടോ. അപ്പോൾ അത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചപ്പാത്തിയും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പരത്തി അപ്പം തന്നെ ചുട്ടെടുക്കുക, അങ്ങനെ കേട്ടോ. ഞാൻ ചിലവർ പരത്തി കുറച്ച് വെച്ചിട്ട് ചുട്ടെടുക്കുക. എനിക്കൊന്ന് അത് ടൈം കുറച്ച് വേസ്റ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എനിക്ക് ഇതാണ് ഒരു എളുപ്പപ്പണിയായിട്ട് തോന്നുന്നത്. അതായത് പരത്ത് അതിനനുസരിച്ച് നമുക്ക് ചുട്ടെടുക്കുക, അപ്പോൾ ടൈം കുറച്ച് നമുക്ക് കിട്ടും, അതാണ്. ഓക്കെ, അപ്പോൾ അതാ തകൃതിയായിട്ട് നമ്മുടെ ചപ്പാത്തി ചുടലും നടക്കുന്നുണ്ട്. പിന്നെ ഇക്കാക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് ഉറക്കത്തിൽ കൊടുത്താലും കഴിച്ചോളൂ, അതേപോലെ തന്നെയാണ് ആലിയാക്ക. അവൾക്ക് വന്നിട്ട് ഒന്നീ ന്യൂട്ടല്ല അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഇതൊക്കെ ഇതിലിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ അതാ ചപ്പാത്തി ചുടലും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടിയായിരുന്നു. ചപ്പാത്തി ചുടലും അവിടെ കഴിഞ്ഞു. ഇനി ആ കിഴങ്ങിൻ്റെ ആ ഒരു കുറുമ നമുക്ക് ചെയ്യാം. നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് 2-3 വറ്റൽമുളക്, കാരണം നമ്മൾ ഓൾറെഡി 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ അതിനുശേഷം വെന്തിട്ടുള്ള ആ ഒരു കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് കിഴങ്ങ് കറി എന്നൊക്കെ വേണേൽ പറയട്ടെ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. ഇക്കാക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും അവർ കടയിൽ നിന്നൊക്കെ വന്ന്, പിന്നെ വന്നപ്പോൾ കപ്പയും അതേപോലെ മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടായിരുന്നു. അതായത് ചൂരമീനായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇതാ നമ്മുടെ കപ്പ ഇങ്ങനെ വേവിച്ചെടുക്കാമെന്ന് അറിയത്തില്ലേ, ആ ഒരു സംഭവം ചെയ്ത് എടുത്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ കുറച്ച് ഇത് മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പയും എല്ലാം വെന്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അടുത്ത വീഡിയോ ഞാൻ എടുക്കുന്നത്. പിന്നെ മീൻകറി വെക്കുന്നത് എല്ലാവരും വെക്കുന്ന പോലെ തന്നെ, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉലുവ ഇടുക, പിന്നെ എന്താ പറയുക കരിവേപ്പില ഇടുക, പച്ചമുളക്, സവാള എങ്കിൽ സവാള, ചെറുള്ളി എങ്കിൽ ചെറുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കുക. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ചൂടാവുന്നത്. അപ്പം ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വറുക്കാനുള്ള പീസുകളൊക്കെ ഒന്ന് മസാല ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ചൂരമീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ ചൂരയൊക്കെ വളരെ റെയറായിട്ടാണ് ഗസ്റ്റ് കിട്ടുന്നത്, എപ്പോഴൊന്നും നമുക്ക് കിട്ടത്തില്ല. വല്ലപ്പോഴും ലക്കിന് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളത് വാങ്ങിക്കും കേട്ടോ. കൂടുതലും ഇവിടെ ഡാം മീനാണ്.
പിന്നെ ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ അരി കുതിരാനും കൂടി ഇടുന്നുണ്ട്. നമ്മൾ കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. ഓൾറെഡി എൻ്റെ ഡേ മൈ ലൈഫ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. വല്ലപ്പോഴും മാത്രമാണ് ഞാൻ അല്ലാതെ ചോറ് വേവിക്കുന്നത്. പിന്നെ കൂടുതലും ഇതേപോലെ കുക്കറിനകത്താണ് കേട്ടോ. ഒരു അരമണിക്കൂർ പോലും വേണ്ട, കുറച്ച് നേരം ഒന്ന് നമ്മൾ കുതിരാനിട്ട് കഴിഞ്ഞാൽ അതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ കുക്കറിനകത്ത് ഒരു 3 വിസിൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറിയിൽ മറ്റേ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ. അപ്പോൾ എല്ലാവരും മീൻകറി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. പിന്നെ ഇത് വറുത്തരച്ച് വെക്കുമല്ലോ. വറുത്തരച്ച് വെക്കുന്നത് അത്ര ഒരു ഇവിടെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എന്താ പറയുക, അത് നമ്മൾ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമല്ലോ. ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഇത് തിളച്ച് വന്നപ്പോഴത്തേക്കും മീനൊക്കെ പറക്കിയിടുന്നുണ്ട്. പിന്നെന്താ, അപ്പോൾ നിങ്ങൾ ചൂര ഇങ്ങനെയാണോ വെക്കുന്നത് അല്ലെങ്കിൽ വറുത്തരച്ചാണോ വെക്കുന്നത് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് ഏതാണ് താഴെ പറയണേ. പിന്നെ 4-5 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയപ്പോൾ എടുത്ത ഡേ ഇൻ മൈ ലൈഫാണ്. സത്യം പറയാലോ, നല്ല അടിപൊളിയായിട്ട് നല്ല ജോലി ഉണ്ടായിരുന്നു വീട്ടിനകത്ത്. നമ്മൾക്ക് സ്കൂളുള്ളപ്പോൾ രാവിലെ ജോലിയൊക്കെ കഴിയും, പിന്നെ വെറുതെ ഇരിക്കുക, ജോലിക്ക് പോവുക, വെറുതെ ഇരിക്കുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. പക്ഷേ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അറിയാമല്ലോ, തൂത്തുവാരി തുടച്ച് വാരി എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ജോലികൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം നല്ല പേപ്പറും അതും ഇതൊക്കെ വലിച്ചേറിയിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് അവിടെയൊക്കെ ചവിട്ടിത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്താ പറയുക, ഫ്രീ ആയിട്ടിരിക്കുന്ന നേരത്തെ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇക്കായും ഉണ്ടായിരുന്നു. ഇക്കാടുത്ത് അവളെ ഏൽപ്പിച്ചിട്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അവൾ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഇതാക്കണ്ട കേട്ടോ. കാരണം ഞാൻ അടുക്കളയിൽ നിന്ന് നിന്നിട്ട് നീ എല്ലാം കഴിഞ്ഞിട്ട് കയറി കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഇഗ്നോർ ചെയ്യണം. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കാനും തൂക്കാനും നേരം പോയിട്ട് വേറെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ലല്ലോ. നമ്മൾ അടുക്കള നിൽക്കുന്ന സമയത്ത് ആ ഒരു ഇതിലങ്ങ് ചെയ്തു പോകുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാം തൂത്ത് വാരിയിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അവൾ അത്രയ്ക്ക് അഴുക്കാക്കി ഇട്ടിട്ടുണ്ട്. ചുമ്മാ വെളിയിൽ പോവുക, അകത്ത് കയറി വരിക, വെളിയിൽ പോവുക, അകത്ത് കയറി വരിക. കുട്ടികളുള്ള ഇടാകുമ്പോൾ അങ്ങനെയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തുടക്കിട്ടോ. അല്ലെങ്കിൽ വീണ്ടും അവൾ അതിനകത്ത് ഇങ്ങനെ ചവിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അഴുക്കാക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വേറെ തുണി വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തുടയ്ക്കും. ഫാനിട്ട് കൊടുത്താലും ഉണങ്ങാൻ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീൻകറി റെഡിയായി, വെള്ളം ചൂടായി, പിന്നെ നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കിച്ചൺ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത്രയൊക്കെ ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നില്ല, കപ്പയും അതേപോലെ മീൻകറിയും, മീൻ വറുത്തതും, ചോറും, പിന്നെ മോരിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. തൈരിക്ക വാങ്ങിക്കാനായിട്ട് മറന്നുപോയത്, അതുകൊണ്ടാണ് പിന്നെ പോകാൻ നിന്നില്ല. സോ അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കാനുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ എന്തൊക്കെയോ പാത്രം കഴുകുന്ന ജോലിയിലായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തെ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിട്ട് അതൊക്കെ കഴുകി വെച്ചിട്ട് ചോറും കൂടെ വെക്കണമായിരുന്നു. അതും കൂടെ വെച്ചിട്ട് ഞാൻ ഫ്രഷായിട്ട് വന്നിട്ട് പിന്നെ എന്താ പറയുക, വേറെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, മീൻ കറി, മീൻ വറുത്തത്, കപ്പ, ഇതൊക്കെയാണ് കേട്ടോ. എപ്പോഴും ഞാനും ഇക്കയും മോളും തറയിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്ന് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചൂര കിട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ കഴിക്കട്ടെ. ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. പിന്നെ അതിന് ശേഷം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നല്ല കിടന്ന് ഉറങ്ങി. പിന്നെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് പുറത്ത് വന്ന് കരുതി ചുമ്മാ വെറുതെ ലീവൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വെറുതെ പോയി പുറത്ത് പോയിട്ട് എന്തെങ്കിലും കോഫിയോ ടീയോ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ കുടിക്കിട്ടോ. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അവളൊരു ബർഗർ, അതേപോലെ ഇപ്പോൾ ഒരു കളർ പപ്സ്, പിന്നെ ജ്യൂസ്, ടീ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്നിട്ട്
ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഡിന്നർ കഴിച്ചിട്ട് രാവിലത്തെ തന്നെ ചപ്പാത്തിയും മീൻകറി ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. അത്രയേ ഉള്ളൂ. അപ്പോൾ അധികം ബോറടിപ്പിക്കാതെ തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ, സീ യു, ടേക്ക് കെയർ.